വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ ഇന്നും നമ്മൾ LGSന് വേണ്ടിയിട്ടുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലാണ്. അപ്പോൾ 20 ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കും. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് എത്രയോ അധികം ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇനി 2024 25 മുഴുവനും ആവശ്യമാണെങ്കിൽ 2023 കൂടി നമ്മൾ പിന്നീട് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ കറണ്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും 2025 കുറച്ച് 24 നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, പ്രധാനപ്പെട്ടത് കേട്ടോ. അപ്പൊ മാക്സിമം എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഭംഗിയായിട്ട് നിങ്ങൾ നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. 20 മാർക്കും കറണ്ട് അഫയേഴ്സിൽ നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് ഒക്ടോബർ 30 ഇന്നാണ് കമ്പനി ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ, LGSന്റെ നോട്ടിഫിക്കേഷൻ വരികയെന്നും നിങ്ങൾക്കറിയാം. അപ്പൊ അത്രയും ഗൗരവത്തോടു കൂടി തന്നെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പരമാവധി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടിയും പഠിക്കണ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മുടെ 67ാമത്തെ സംസ്ഥാന സ്കൂൾ കായിക മേള നടക്കുകയുണ്ടായില്ലേ. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള, സംസ്ഥാന സ്കൂൾ കായികമേളയാണ് നടന്നത്. ആ സ്കൂൾ കായികമേള സമാപിച്ചു എന്ന് നമുക്കറിയാം അല്ലെ. ആ സ്കൂൾ കായികമേള സമാപിച്ചു. അപ്പൊ നമ്മള് ഈ കായിക മേളയുമായിട്ട് തന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ചിലത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. 67ാമത്തെ സ്കൂൾ കായികമേള 2025 2026 അധ്യയന വർഷത്തിലെയാണ്. 25-26 അധ്യയന വർഷത്തിലെ എന്താണ് കായികമേളയാണ്. അപ്പോ ഈ കായികമേള നടന്നത്, ആ കായികമേളയുടെ വേദി എവിടെയാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരമാണ് വേദി. ഒരു ക്വസ്റ്റ്യൻ കിട്ടി, തിരുവനന്തപുരം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോണത് ഇതിന്റെ വിജയി ആര് എന്നുള്ളതാണ്. വളരെ പ്രധാനമാണ്. സ്കൂൾ കായികമേളയില് ഓവറോൾ കിരീടം നേടിയത്, അല്ലെങ്കിൽ ഓവറോൾ കിരീടം നേടിയത്, അങ്ങനെ ചോദിക്കാം. ഓവറോൾ കിരീടം നേടിയതും ആര് തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അതായത് വേദിയും തിരുവനന്തപുരം തന്നെയാണ്, അതുപോലെ ഓവറോൾ കിരീടം നേടിയതും തിരുവനന്തപുരമാണ്. രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂരാണ് കേട്ടോ. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്, ചിലപ്പോ അങ്ങനെ ചോദിച്ചാലോ, രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂരാണ്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കണ്ണൂരാണ്. മൂന്നാം സ്ഥാനത്ത് ആരാണ്? കണ്ണൂരാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഓർമ്മ വന്നോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? 67ാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തിരുവനന്തപുരമാണ്. ഓവറോൾ കിരീടം നേടിയത് തിരുവനന്തപുരം തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂരും മൂന്നാം സ്ഥാനത്ത് കണ്ണൂരുമാണ്. എന്നാൽ അത്ലറ്റിക്സിൽ കിരീടം നേടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസറും മാറിയിട്ടോ. അത്ലറ്റിക്സ് ചോദിക്കുമ്പോൾ ആരാണ്, ഏത് ജില്ലയാണ് നമ്മൾ പറയണ്ടേ? മലപ്പുറം ജില്ലയാണ്. ഓവറോൾ കിരീടം നേടിയതാണ് തിരുവനന്തപുരം. അത്ലറ്റിക്സിൽ ആരാണ്? മലപ്പുറമാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. 68ാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേള എവിടെയാണ് നടക്കണേന്ന്. 68ാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേള ഇനി നടക്കാൻ പോകുന്നത്, അടുത്ത അധ്യയന വർഷത്തിൽ നടക്കാൻ പോകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരാണ് നടക്കുക. ക്ലിയർ ആയോ നിങ്ങൾക്ക്? 68ാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. അപ്പൊ ഇത്രയും ചോദ്യം, രണ്ട് ചോദ്യം ക്ലിയർ ആയില്ലേ? 67ാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേള 2025-26 അധ്യയന വർഷത്തിലെ സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല തന്നെ ഓവറോൾ കിരീടം നേടി. രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂരും മൂന്നാം സ്ഥാനത്ത് കണ്ണൂരാണ്. അത്ലറ്റിക്സിൽ വിജയി മലപ്പുറം ജില്ലയാണ്. 68ാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേള 68ാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേള എവിടെയാണ്? കണ്ണൂരാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അതിനുശേഷം നമ്മളിപ്പോ പേപ്പറിൽ കണ്ടതാണ് 8ാം ശമ്പള കമ്മീഷൻ. 8ാമത്തെ ശമ്പള കമ്മീഷൻ വന്നു. 8ാമത്തെ ശമ്പള കമ്മീഷന്റെ അധ്യക്ഷ ആര് എന്ന് ചോദിക്കാം. അവരൊരു ലേഡിയാണ്, അതുകൊണ്ടാണ് അധ്യക്ഷ എന്ന് നമ്മൾ പറഞ്ഞത്. ജസ്റ്റിസ് രഞ്ജന പ്രകാശ്. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. ക്ലിയർ ആയോ എല്ലാവർക്കും? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷ, 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. 8ാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. അടുത്തത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട്, ഇന്ത്യയുടെ സിനിമാ ചരിത്രത്തിൽ തന്നെ, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായി മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്ന മറാത്തി സിനിമ. അപ്പോ ഒരു മറാത്തി സിനിമ എങ്ങോട്ട് മൊഴിമാറ്റം ചെയ്യാണ്? മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യാണ്. ഏതാണ് ആ സിനിമ എന്ന് ചോദിച്ചാൽ ദശാവതാറാണ്. ഏതാണ്? ദശാവതാർ. ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക്? അപ്പോ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തില് ആദ്യമായിട്ട് മറാത്തി ഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്ന സിനിമ ദശാവതാറാണ്. 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്.
68ാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേള കണ്ണൂരാണ്. 67ാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേള 2025-26 അധ്യയന വർഷത്തെ നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഓവറോൾ കിരീടം നേടിയതും തിരുവനന്തപുരമാണ്. 2ാം സ്ഥാനത്ത് തൃശ്ശൂരാണ്. 3ാം സ്ഥാനത്ത് കണ്ണൂരാണ്. അത്ലറ്റിക്സിലെ കിരീടം നേടിയത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയണ്ടേ? മലപ്പുറം ജില്ലയുടെ പേരാ പറയണ്ടേ. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി 2025 ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ബുക്ക് പ്രൈസ് 2025 ഒരു അവാർഡിന്റെ പേരാ നമ്മൾ പഠിക്കണേ. ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ബുക്ക് പ്രൈസ്. ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ബുക്ക് പ്രൈസ് 2025 ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ബുക്ക് പ്രൈസിന് അർഹനായത് ആരാണ്? സുനിൽ അമൃത് ആണ്. ആരാണ്? സുനിൽ അമൃത്. ആരാന്ന് മനസ്സിലാക്കുക? സുനിൽ അമൃത്. 2025 ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ബുക്ക് പ്രൈസിന് അർഹനായത് സുനിൽ അമൃത് ആണ്. 2025 ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ബുക്ക് പ്രൈസിന് അർഹനായത് സുനിൽ അമൃത് ആണ്. ഇന്ത്യ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് മറാത്തി ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്ന സിനിമ ദശാവതാറാണ്. 8ാം ശമ്പള കമ്മീഷൻ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. 68ാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി 68 ഇനി വരാൻ പോകുന്നത് കണ്ണൂരാണ്. 67 നടന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം തന്നെ ഓവറോൾ കിരീടം നേടി. 2ാം സ്ഥാനത്ത് തൃശ്ശൂരും 3ാം സ്ഥാനത്ത് കണ്ണൂരും ആണ്. അത്ലറ്റിക്സിൽ 1ാം സ്ഥാനം നേടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ലറ്റിക്സിൽ 1ാം സ്ഥാനം നേടിയത് മലപ്പുറം ജില്ലയാണ്. ഇപ്പൊ നമ്മള് 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചത് എന്താണെന്നാ നമ്മൾ പറഞ്ഞത്? അതായത് അടുത്തിടെ ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ബുക്ക് പ്രൈസിന് അർഹനായത് ആരാണ്? സുനിൽ അമൃത് ആണെന്ന് പറഞ്ഞു. അപ്പോ ഇനി ഒരു പുസ്തകം തന്നിട്ട് ആ പുസ്തകം ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ചിലപ്പോ ഷോർട്ടായിട്ട് ഇങ്ങനെ തരാം, ദ ബേണിംഗ് എർത്ത്, അങ്ങനെ തരാം കേട്ടോ. ദ ബേണിംഗ് എർത്ത്, ദ ബേണിംഗ് എർത്ത് ഇങ്ങനെ തരാം. ബേണിംഗ് എർത്ത് എന്ന് ചിലപ്പോ ഇത് കുറച്ചും കൂടി ഉണ്ട്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ നീട്ടി ഇങ്ങനെയും തരാം. എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ്. ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ്. ഇതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. ഏത് ലഭിച്ചത്? ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ബുക്ക് പ്രൈസിന് അർഹനായ ആരുടെ പുസ്തകമാണ്? സുനിൽ അമൃതിന്റെ പുസ്തകമാണ്. സുനിൽ അമൃതിന്റെ പുസ്തകമാണിത്. ദ ബേണിംഗ് എർത്ത്. എന്താണ്? ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ്. ക്ലിയർ ആയില്ലേ മക്കളെ? ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് സുനിൽ അമൃതാണ്. ആ പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് 2025 ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ബുക്ക് പ്രൈസ് നേടിയത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കേണ്ടായി അക്രമകാരികളായ വന്യജീവികളെ വധിക്കാൻ അല്ലെ നമ്മള് ഒരു പുതിയ വന്യജീവി സംരക്ഷണ നിയമമൊക്കെ കൊണ്ടുവന്നു കേരളത്തിൽ എന്ന് പഠിച്ചു. ഇനി പറയാണ് പ്രകോപനമില്ലാതെ മനുഷ്യനെ 2 തവണ കടിച്ചാൽ, ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ മനുഷ്യനെ 2 തവണ കടിച്ചാൽ, മനുഷ്യനെ 2 തവണ കടിച്ചാൽ ആര്? തെരുവു നായ കേട്ടോ. ഒരു പ്രകോപനവും ഇല്ലാതെ മനുഷ്യനെ 2 തവണ കടിച്ചാൽ തെരുവു നായക്ക് ജീവപര്യന്തം തടവ്. ജീവപര്യന്തം തടവ് ശിക്ഷ ട്ടോ. തടവ് ശിക്ഷ എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. പ്രകോപനമില്ലാതെ മനുഷ്യനെ 2 തവണ കടിച്ചാൽ തെരുവു നായ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണെന്നാ പറയണത്? ഉത്തർപ്രദേശ് ആണ്. അങ്ങനെ ഒരു ഉത്തരവ് കൊണ്ടുവന്നത് ഏത് സംസ്ഥാനമാണ്? ഉത്തർപ്രദേശ് ആണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അതായത് ബുക്കർ പ്രൈസ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലെ. ബുക്കർ പ്രൈസ് നമ്മൾ ഓരോ വർഷവും പഠിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ പറയാണേ 8 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ കൃതികൾക്ക്, കുട്ടികളുടെ രചനകൾക്ക് നമ്മൾ 2027 മുതൽ ബുക്കർ പ്രൈസ് നൽകാൻ പോവാണ്. അതിന്റെ പേര് എന്താണെന്നാ ചോദിക്കണത്? ദ ചിൽഡ്രൻ ബുക്കർ പ്രൈസ്. ക്ലിയർ ആയോ? അപ്പൊ ഇനി കുട്ടികൾക്കും കൊടുക്കേണ്ടത് ചിൽഡ്രൻ ബുക്കർ പ്രൈസ്. നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ വയസ്സാണ് കേട്ടോ. എത്ര വയസ്സിന് ഇടയിലുള്ളവർക്കാ കൊടുക്കണേന്ന്? 8
വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ള ആ വയസ്സിനിടയിലുള്ള കുട്ടികളുടെ രചനയ്ക്ക് നൽകാൻ പോകുന്ന പുതിയ പുരസ്കാരത്തിന്റെ പേരാണ് 2027 മുതൽ നൽകാൻ പോകുന്ന പുതിയ പുരസ്കാരത്തിന്റെ പേരാണ് ദ ചിൽഡ്രൻ ബുക്കർ പ്രൈസ്. ഒരു പ്രകോപനവും ഇല്ലാതെ മനുഷ്യനെ 2 തവണ കടിച്ചു കഴിഞ്ഞാല് തെരുവ് നായ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇനി അതുപോലെ തന്നെ 2025 ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ബുക്കർ പ്രൈസിന് അർഹനായ സുനിൽ അമൃതിന്റെ പുസ്തകം ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായ്. അത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായി ആണ്. അപ്പൊ അദ്ദേഹം BR ഗവായി ട്ടാ. അപ്പൊ അദ്ദേഹം അടുത്ത മാസം വിരമിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വിരമിക്കുമ്പോ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായിട്ടില്ല, നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരെയാണ്? പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. അപ്പോ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ്? 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യകാന്തിനെയാണ്. ആരെയാണ്? സൂര്യകാന്തിനെയാണ്. ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. 52ാമത്തെ ചീഫ് ജസ്റ്റിസ് BR ഗവായി ആണ്. 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്, അതായത് BR ഗവായിയുടെ ഒഴിവിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയണം? സൂര്യകാന്തിന്റെ പേര് പറയണം. ആരുടെ പേരാ പറയേണ്ടത്? സൂര്യകാന്തിന്റെ. ഇനിയിപ്പോ ഈ നമ്മുടെ ഈ മാസം, അത് ഈ മാസം എന്ന് പറഞ്ഞാൽ 2025 ഒക്ടോബർ മാസം അല്ലേ? ഈ മാസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചുഴലിക്കാറ്റ് വീശിയുണ്ടായി. ജമൈക്കയിലാണ് വീശിയത്. അപ്പൊ ഇപ്പൊ ജമൈക്കയിലേക്ക് ചുഴലിക്കാറ്റ് എന്തിനാ ടീച്ചറെ പഠിക്കണേന്ന് പറഞ്ഞാൽ താഴെ പറയുന്നവയിൽ ചുഴലിക്കാറ്റ് വിഭാഗത്തിൽ പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നാൽ അപ്പൊ അത് എവിടെ വീശിയതാണെന്നും അത് ചുഴലിക്കാറ്റാണോ അല്ലേ എന്നൊക്കെ നമുക്ക് അറിയണം. അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അതായത് എന്ത് പഠിക്കുമ്പോഴും അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിക്കും. ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇല്ല. കാരണം നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? ഒരു ജോലിയാണ് വേണ്ടത്. ഈ ജോലിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. ഒരു LD ക്ലർക്കിന്റെ സാലറിയാണ് അത്യാവശ്യം നല്ല നല്ല ഡിപ്പാർട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് KSFE പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഒരു ലാസ്റ്റ് ഗ്രേഡ് അപ്പോയിന്റ് ചെയ്താൽ കിട്ടാൻ പോണത്, അപ്പോയിന്റ്മെന്റ് വന്നാൽ കിട്ടാൻ പോണത്. മനസ്സിലാവുണ്ടോ? അപ്പൊ അതിന്റെ ഗൗരവത്തിൽ നിങ്ങൾ ഇത് കാണണം. 2025 ഒക്ടോബറിൽ ജമൈക്കയിൽ വീഴ്ച ചുഴലിക്കാറ്റിന്റെ പേര് മെലീസ എന്നാണ്. 52ാമത്തെ ചീഫ് ജസ്റ്റിസ് BR ഗവായ് വിരമിക്കുന്നതിനോടനുബന്ധിച്ച് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന വ്യക്തി എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് സൂര്യകാന്ത്. 8 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് അവരുടെ രചനകൾക്ക് ബുക്കർ പ്രൈസ് കൊടുക്കാൻ പോവാണ് 2027 മുതൽ. ആ ബുക്കർ പ്രൈസിന്റെ പേര് ദ ചിൽഡ്രൻ ബുക്കർ പ്രൈസ് എന്നാണ്. അതുപോലെ പ്രകോപനമില്ലാതെ മനുഷ്യനെ 2 തവണ കടിച്ചാൽ തെരുവ് നായ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കൊണ്ടുവന്ന സംസ്ഥാനം, അങ്ങനെ ഉത്തരവിറക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2025 അല്ലെ എന്താ പറയുന്നത്? ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ബുക്കർ പ്രൈസിന് അർഹനായ സുനിൽ അമൃതിന്റെ കൃതി എന്ന് പറയുന്നത് ഏതാന്നാ പറയണേ നമ്മള്? ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ് എന്നുള്ളതാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പരമാവധി പിന്നെയും പറയാൻ നോക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയണതിന്റെ ഒപ്പം തന്നെ അത് പഠിച്ചു പോവാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് എന്താ പറയാ, കുറച്ചും കൂടെ എളുപ്പമാണ്. ഇനി 2 ദിവസം കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. അടുത്തത് ഞാൻ വേറൊരു പുസ്തകത്തിന്റെ പേര് തന്നെയാണ് പറയുന്നത്. ഡെമോഗ്രഫി റെപ്രസെന്റേഷൻ ഡീലിമിറ്റേഷൻ. ഡെമോഗ്രഫി റെപ്രസെന്റേഷൻ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്നാണ് ഓർക്കേണ്ടത്. രവി കെ മിശ്ര. രവി കെ മിശ്ര ട്ടോ. രവി കെ മിശ്ര അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എന്ത്? ഡെമോഗ്രഫി റെപ്രസെന്റേഷൻ ഡീലിമിറ്റേഷൻ. ഡെമോഗ്രഫി റെപ്രസെന്റേഷൻ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണ്? രവി കെ മിശ്ര. അടുത്ത ചോദ്യം, 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി. ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി. ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി ഏതാണ്? ചൈനയിലാണ്. ചൈനയിലെ ടിയാൻജൻ ആണ്.
ചൈനയിലെ ടിയാൻജൻ ആണ്. ഇതിലെ 2026 അതുപോലെ തന്നെ 27 വേദികൾ അവർ പറഞ്ഞിട്ടുണ്ട്. 27 പാകിസ്ഥാനിലാണ് നടക്കുക. 27 നടക്കുന്നത് പാകിസ്ഥാനിലാണ്. 26 നടക്കുന്നത് കിർഗിസ്ഥാനിലാണ്. എവിടെയാണ്? കിർഗിസ്ഥാനിലാണ്. ഇപ്പൊ 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി ടിയാൻജൻ ചൈന, 2026 കിർഗിസ്ഥാൻ, 2027 പാകിസ്ഥാൻ. അതിന് മുമ്പ് എന്താ നമ്മൾ പറഞ്ഞേ? ഡെമോഗ്രഫി റെപ്രസെന്റേഷൻ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് രവി കെ മിശ്ര. 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി ടിയാൻജൻ ചൈന, 2026 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി കിർഗിസ്ഥാൻ, 2027 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി പാകിസ്ഥാൻ. ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? ഇനി 2025 ഹരിവരാസനം പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? 2025 ഹരിവരാസനം പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി 2025 ഹരിവരാസനം പുരസ്കാരം 2025 ഹരിവരാസനം പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഇനി അടുത്തത് യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായത് ആരാണ്? ഡോക്ടർ ദീപക് മേത്ത. യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായത് ആരാണ്? ഡോക്ടർ ദീപക് മേത്ത. യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായത് ഡോക്ടർ ദീപക് മേത്തയാണ്. ഇനി അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ രാജ്യം ഏതാണ്? കൺട്രി ഏതാണ്? മോൾഡോവ. മോൾഡോവ എത്രാമത്തെ അംഗമാണ്? 107ാമത്തെ അംഗമാണ്. അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ രാജ്യം മോൾഡോവ. ഇന്റർനാഷണൽ സോളാർ അലയൻസിലെ 107ാമത്തെ മെമ്പർ കൺട്രിയാണ് മോൾഡോവ. ഇനി യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മേത്ത. 2025 ഹരിവരാസനം പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി ടിയാൻജൻ, 2026 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടി വേദി കിർഗിസ്ഥാൻ, 2027 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി പാകിസ്ഥാൻ. ഡെമോഗ്രഫി റെപ്രസെന്റേഷൻ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് രവി കെ മിശ്ര. ആരാണ്? രവി കെ മിശ്ര. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? രവി കെ മിശ്ര ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യം, റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി. അടുത്ത ചോദ്യം ഇതാണ്. റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന, ഈ യുദ്ധവിമാനത്തിന്റെ പേര് ഓർത്തു വയ്ക്കുക. റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന രാഷ്ട്രപതിയാണ് ആര്? നമ്മുടെ ദ്രൗപദി മുർമു. റാഫേൽ യുദ്ധവിമാനത്തിൽ പറന്നിട്ടുള്ള ലേഡിയാണ്. ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അപ്പൊ ആദ്യമായിട്ട് യുദ്ധവിമാനത്തിൽ പറന്നത് ആരാണ്? ഏത് രാഷ്ട്രപതിയാണ്? APJ അബ്ദുൽ കലാം ആണ്. ഇനി രണ്ടാമത് പറന്നത് ആരാണ്? യുദ്ധവിമാനത്തിലെ പ്രതിഭ പാട്ടീലാണ്. ഈ APJ അബ്ദുൽ കലാം ആയാലും പ്രതിഭ പാട്ടീലായാലും പറന്നത് സുഖോയ് യുദ്ധവിമാനത്തിലാണ്. അപ്പൊ സുഖോയ് യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ വനിതാ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു അല്ല, അല്ലെ? പ്രതിഭ പാട്ടീലാണ്. റാഫേൽ യുദ്ധവിമാനത്തിൽ പറഞ്ഞ ആദ്യത്തെ രാഷ്ട്രപതി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആദ്യത്തെ വനിതാ രാഷ്ട്രപതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ദ്രൗപദി മുർമു ആണ്. തെറ്റിക്കരുത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇത്രയും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ അല്ലെ? എന്താ പറഞ്ഞത്? നമ്മള് റാഫേൽ യുദ്ധവിമാനത്തിലാ പറഞ്ഞത്. ആര്യ റാഫേൽ യുദ്ധവിമാനത്തില്? ദ്രൗപദി മുർമു അല്ലെ? APJ അബ്ദുൽ കലാമും പ്രതിഭ പാട്ടീലും ഏതിലാണ് പറഞ്ഞത് എന്നാ പറഞ്ഞത്? സുഖോയ് യുദ്ധവിമാനത്തിലാണ് പറഞ്ഞത് കേട്ടോ. ഇനി മാലിന്യമുക്ത നവകേരള പദ്ധതി നമ്മൾ കേട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. മാലിന്യമുക്ത
നവകേരളം പദ്ധതി, മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആരംഭിക്കുന്ന സ്കോളർഷിപ്പ്, അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാണ്. സംസ്ഥാന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്. ആ പദ്ധതിയുടെ പേരെന്താണ്? വിദ്യാർത്ഥി ഹരിതസേന, വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ്, ഇക്കോസെൻസ്. കണ്ടോ എന്റെ പേരെന്താന്ന്? മാലിന്യ മുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി, മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആരംഭിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ്. വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം, വേൾഡിലെ തന്നെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം ട്ടോ, സ്കൈ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? സൗദി അറേബ്യ. ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? സൗദി അറേബ്യ. ലോകത്തിലെ ആദ്യത്തെ എന്താണ്? സ്കൈ സ്റ്റേഡിയം. ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? സൗദി അറേബ്യ. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ്. റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആദ്യമായിട്ട് യുദ്ധവിമാനത്തിൽ പറക്കുന്നത് APJ. ആദ്യമായി സുഖോയ് യുദ്ധവിമാനത്തിൽ പറക്കുന്നത് APJ. രണ്ടാമതായിട്ട് സുഖോയ് യുദ്ധവിമാനത്തിൽ പറക്കുന്നത് പ്രതിഭ പാട്ടീൽ. ആദ്യമായിട്ട് സുഖോയ് യുദ്ധവിമാനത്തിൽ പറക്കുന്ന വനിതാ രാഷ്ട്രപതി ആരാണ്? പ്രതിഭ പാട്ടീൽ. ക്ലിയർ ആയോ? അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. ഒന്ന് സുഖോയ് ആണെന്നും അടുത്തത് എന്താണ് നമ്മുടെ റാഫേൽ ആണെന്നും ഓർത്തു വയ്ക്കാം. ഇനി 2025 ഒരു ഇൻഡെക്സ് പറയാണ്, ആഗോള സമാധാന സൂചിക. ആഗോള സമാധാന സൂചിക കേട്ടോ, ആഗോള സമാധാന സൂചിക. 2025 ആഗോള സമാധാന സൂചികയില് 1ാം സ്ഥാനം ആർക്ക് അറിയോ നിങ്ങൾക്ക്? ഐസ്ലൻഡിലാണ്. ഐസ്ലൻഡിന് 1ാം സ്ഥാനം. 2ാം സ്ഥാനം അയർലൻഡ്. മക്കളെ തെറ്റാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കണ്ടോ? ഐസ്ലൻഡും അയർലൻഡും. അപ്പൊ 1ാമത് നിൽക്കുന്നത് ഐസ്ലൻഡ്, 2ാമത് നിൽക്കുന്നത് അയർലൻഡ്. മനസ്സിലായോ? ഇനി ഇന്ത്യ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. 115ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. 2025 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനം ഐസ്ലൻഡ്. 2025 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനം ആരാണ്? ഐസ്ലൻഡ് ആണ്. 1ാം സ്ഥാനം ഐസ്ലൻഡ് ആണ്. 2ാം സ്ഥാനം അയർലൻഡ് ആണ്. 2ാം സ്ഥാനം അയർലൻഡ് ആണ്. ഇന്ത്യക്ക് 115ാമത്തെ സ്ഥാനമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് വന്ധ്യതാ ചികിത്സയുമായി ബന്ധപ്പെട്ട് നേട്ടം കൈവരിച്ച ഹോമിയോ പദ്ധതി ഏതാണ്? വന്ധ്യതാ ചികിത്സയുമായി ബന്ധപ്പെട്ട് നേട്ടം കൈവരിച്ച ഹോമിയോ പദ്ധതിയുടെ പേര് ജനനി എന്നാണ്. എന്താണ് അതിന്റെ പേര്? ജനനി. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ വന്ധ്യതാ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോമിയോ പദ്ധതിയാണ്, ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതിയാണ് ജനനി. 2025 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനം ഐസ്ലൻഡ്, 2ാം സ്ഥാനം അയർലൻഡ്, 115ാം സ്ഥാനം ഇന്ത്യ. വേൾഡിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം സൗദി അറേബ്യയിൽ. മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രകാരം സ്കോളർഷിപ്പ് കൊടുക്കുകയാണ് അല്ലെ? ആർക്കാ കൊടുക്കണേ ആ സ്കോളർഷിപ്പ്? സ്കൂൾ കുട്ടികൾക്കാണ് ആ സ്കോളർഷിപ്പ് കിട്ടണത്. ആ സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരെന്താന്നാ പറഞ്ഞേ? വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് എന്നാണ്. ഇനി റാഫേൽ യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആദ്യമായിട്ട് യുദ്ധവിമാനത്തിൽ പറന്ന രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. ആദ്യമായി സുഖോയ് യുദ്ധവിമാനത്തിൽ പറന്ന രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. രണ്ടാമതായി സുഖോയ് യുദ്ധവിമാനത്തിൽ പറന്ന രാഷ്ട്രപതി ആരാണ്? പ്രതിഭ പാട്ടീൽ. ആദ്യമായി സുഖോയ് യുദ്ധവിമാനത്തിൽ പറന്ന വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ആദ്യമായിട്ട് യുദ്ധവിമാനത്തിൽ പറന്ന വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയൊക്കെ മാറി മാറി ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നത്? 20 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യും, അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.